ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് കുട്ടിക്ക് പോകണം. ഈ കുട്ടിക്ക് ഇൻഡസ്ട്രിയിലേക്ക് റിക്രൂട്ട്മെന്റ് കിട്ടാൻ പറ്റുന്ന യോഗ്യതയുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ മൊഡ്യൂളിലും കുട്ടിക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടാക്കാൻ പറ്റുമോ? ഓരോ പേപ്പറിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന യോഗ്യത ഉണ്ടാക്കാൻ പറ്റുമോ? എന്താണ് ഇൻഡസ്ട്രി? അത് ഇൻഡസ്ട്രി അവിടെ ഇൻഡസ്ട്രിയിൽ പ്രത്യേക സ്ഥാനം. അത് പ്രത്യേകിച്ച് അതിന് വലിയ സമഗ്രമായ അറിവുകളൊന്നും അതിൻ്റെ ആവശ്യമില്ല. ടെക്നിക്കൽ സ്കിൽസ് ആണ് ആവശ്യം. അപ്പോൾ ഫലത്തിൽ സിലബസിൽ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി എന്താണോ നിർദ്ദേശിക്കുന്നത്, ഇൻഡസ്ട്രി നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുക. ഇതാണ് പ്രശ്നം. ഇൻഡസ്ട്രി ഇപ്പോൾ സയൻസിലാണെങ്കിൽ ഇതൊക്കെ ഹ്യൂമാനിറ്റീസിലൊന്നും ഇൻഡസ്ട്രി ഇല്ല. അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ എന്ത് ഇൻഡസ്ട്രിയാണ്? അപ്പോൾ ലിറ്ററേച്ചറിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് പറഞ്ഞാൽ എന്ത് ഔട്ട്കം കുട്ടിക്ക് ഉണ്ടാകുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഇംഗ്ലീഷ് പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ പറയാം അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഇല്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എല്ലാ സ്ഥലത്തും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം. കുട്ടി കോൾ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ജീവിക്കാൻ പഠിപ്പിക്കണം. സ്വാഭാവികമായിട്ടും ഈ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ മാറി എത്രയോ കാലമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകളെ സംബന്ധിച്ച് ഭാഷ അറിയാൻ ഡീൽ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഭാഷ പഠിക്കും. അത് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഒന്നുമില്ല. പക്ഷെ ഭാഷ പഠിക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സിലബസ് തന്നെ മാറ്റിയിട്ട് കുറേ കാലമായി. കേരളത്തൊക്കെ മാറ്റിയിട്ട് ഒരുപാട് കാലമായി. ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് മുമ്പ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ മാറി സാഹിത്യം പഠിക്കേണ്ട കാര്യമില്ല? സാഹിത്യം പഠിച്ചിട്ട് എന്താ കാര്യം? സാഹിത്യം പഠിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം പഠിക്കണം എന്ന് പറയുന്നത്, ഹ്യൂമാനിറ്റീസ് പോലുള്ള ചരിത്രം പഠിക്കണം എന്ന് പറയുന്നത് ലോകത്ത് മനസ്സിലാക്കാനും ചരിത്രവൽക്കരിക്കാനും ലോകത്ത് ജീവിക്കാൻ ഈ കുട്ടിയെ മനുഷ്യനെന്നതല്ലേ. മനുഷ്യന് മാനവിക മൂല്യങ്ങൾ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം, മനുഷ്യരുടെ ജീവിതം തന്നെ നമുക്ക് കൂടുതൽ മുന്നോട്ട് അങ്ങനെയായിരുന്നല്ലോ. പ്രാകൃത മനുഷ്യരിൽ നിന്ന് നമ്മളോട് എത്തിയതും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഭാഷകളും അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം നമ്മൾ പറയുന്നത്. അല്ലാണ്ട് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും ഹ്യൂമാനിറ്റീസോ ലിറ്ററേച്ചർ ഒന്നും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മാനവിക ബോധം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ഡോക്ടർ നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ അതിനൊക്കെ അങ്ങനെ സ്വാധീനിക്കും നമുക്കറിയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കടന്നു വരുന്നത്. മറിച്ച് ഇത് താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മൾ ഒരു ഔട്ട്കം ഫിക്സ് ചെയ്യും. ഈ ഔട്ട്കം ഒരു നേരോ ഔട്ട്കം ആയിരിക്കും. ഈ നേരോ ഔട്ട്കം ആ താൽക്കാലികമായ ഇൻഡസ്ട്രി. അപ്പോൾ പ്രശ്നം വീണ്ടും വരികയാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടത്? ഉടനെ വരുന്നു ടെക്നോളജിയാണ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് സയൻസ് ആണ് ഇപ്പോൾ പ്രധാനം. നിങ്ങൾ ഏത് കുട്ടികളും പോകുകയാണെങ്കിൽ ബയോളജിയിലൊക്കെ പോയി മോളിക്കുലർ ബയോളജി ഇങ്ങനെ പറഞ്ഞു പോകും. തൊഴിൽ സാധ്യത ഉണ്ടോ എന്ന് മാറ്റിയെടുത്തത്. തൊഴിൽ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖല അങ്ങനെയൊക്കെ പോകും. അത് സാധാരണ വിഷയങ്ങൾ ഇപ്പോൾ കോളേജിലൊന്നും കുട്ടികളില്ല. അതാണ് വേറെ സ്ഥലത്ത് വരാൻ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോളേജിലെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല. കുട്ടികൾ പഠിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നല്ലോ കോളേജിൽ പോയത്, യൂണിവേഴ്സിറ്റിയിൽ പോയത്. അങ്ങനെ താല്പര്യപൂർവ്വം ഏതെങ്കിലും വിഷയം പഠിക്കാം വളരെ കുറച്ച് പേര് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ പ്രഷറും പാരൻസിൻ്റെ ഒക്കെ തന്നെ ഇടപെടലും അധ്യാപകരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിലും ഒക്കെ പോയ ഒരാൾക്ക് നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തോട് ഇഷ്ടമായ താല്പര്യം ഉണ്ടായിട്ടൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ എത്തപ്പെട്ട ആൾക്കാരെന്നല്ല നമ്മൾ. ഇതിപ്പം പറയും കുട്ടിക്ക് താല്പര്യമില്ല. കുട്ടിക്ക് താല്പര്യം ഏതെങ്കിലും കാലത്ത് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു? കുട്ടിക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വരുന്ന താല്പര്യമുള്ള കുട്ടികൾ വളരെ കുറവാണ്. മറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നത് പാരൻസ് ആർട്ടിൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അറിയാം, അവർക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ അറിയാം. അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ തന്നെ കോളേജിലും സ്കൂളിലും എത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഔട്ട്കം ബേസ്ഡ് ലേണിംഗിൽ ടെക്നോളജി മാത്രമേ കൂടി ആവശ്യമുള്ളൂ. അപ്പോൾ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ, പ്രധാന സയൻസിൻ്റെ കാര്യത്തിൽ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ ആവശ്യമില്ല. ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല. പക്ഷേ ഈ ബേസിക് സയൻസിൽ നിന്നാണ് അപ്ലൈഡ് സയൻസ് ഉണ്ടായതെന്നും ലോകത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ ടെക്നോളജിയിലേക്ക് ഡെവലപ്പ് ചെയ്തതെന്ന് ചരിത്രപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചർച്ച പോലും നടത്താനുള്ള ഇപ്പോൾ കെൽപ്പില്ലാണ്ടായിരിക്കും. അതാണ് എല്ലാവരും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോ ചരിത്രം വെച്ച് മൈക്കൽ ഫാരഡെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതല്ല ആദ്യം തന്നെ. അതല്ലെങ്കിൽ റോൺസൺ എക്സ്റേ കണ്ടുപിടിച്ചതല്ല ആദ്യം തന്നെ. എക്സ്റേ അല്ലെങ്കിൽ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്നല്ല. മാഡം ക്യൂരി റേഡിയം കണ്ടുപിടിക്കുന്നതിന് ആപ്ലിക്കേഷൻ ഉണ്ടാവും വിചാരിച്ചിട്ടല്ല. ആരും ലോക ചരിത്രത്തിൽ ഉണ്ടാകുന്ന ശാസ്ത്ര മേഖലയിൽ നടത്തിയിരുന്ന അല്ലെങ്കിൽ വാട്സനെ കുറിച്ചോ ഏതൊരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും
ഇത് ഏതെങ്കിലും തരത്തിൽ പ്രായോഗികമായ ആപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല വിദ്യാഭ്യാസ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവേഷണങ്ങളൊന്നും നടന്നത്. അവർ സ്വയം രക്തസാക്ഷിത്വം വരിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലാണ് മേഡഗൂരിയൊക്കെ തന്നെ റേഡിയത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തി. അന്ന് റേഡിയോ കണ്ടുപിടിച്ചാൽ ഇവിടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. മൈക്കൽ ഫാരഡെ അറിയായിരുന്നു ഇലക്ട്രിസിറ്റിന്റെ ആപ്ലിക്കേഷൻ, ഞാൻ അല്ലെങ്കിൽ മാക്സ്വെല്ലിന് അറിയായിരുന്നു ടെലിവിഷനും അല്ലെങ്കിൽ ഈ പറയുന്ന റേഡിയോ ഒക്കെ ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻ എഴുതുന്നതോടുകൂടി പ്രാവർത്തിയാക്കുന്ന അറിയായിരുന്നു. ഈ വിദ്യാഭ്യാസത്തിന്റെ ഇവരുടെ ഗവേഷണത്തിന്റെ ഒക്കെ ഫലമായി പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇവർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഇങ്ങനെ അറിയില്ല. ഇത് സാമാന്യ ധാരണയാണ്, എല്ലാ കുട്ടികൾക്കുള്ള സാധാരണ എല്ലാവർക്കും നമുക്കൊക്കെയുള്ള ധാരണയാണ്. ഇതില്ലാത്തതൊന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു ചർച്ച ഈ വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കാൻ അങ്ങനെ ഒരു ചർച്ച നടത്താൻ പറ്റുന്ന സ്പേസ് ഈ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തില്ല എന്ന് നേരിട്ട് അനുഭവിച്ച ആളാണ്. അപ്പം ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ പ്രശ്നം മേലെ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അതായത് എങ്ങനെയാണ് വിദ്യാഭ്യാസ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഗ്ലോബലായിട്ട് തന്നെ ഡയറക്ഷൻസ് ഉണ്ട്. ഈ ഗ്ലോബൽ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഗ്ലോബൽ ക്ലാസ് കരിക്കുലം പോലെ എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടേണ്ടത്, അതൊരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കോ ലോകത്തിൻ്റെ തന്നെ ശാസ്ത്ര മേഖലയിലൊക്കെ ഉണ്ടാകേണ്ട ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അല്ല. ഇവർക്ക് ആർക്കും ഉത്കണ്ഠകളില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇസ്രായേലും അമേരിക്കയും വിട്ട് ഇറാന് എതിരായി യുദ്ധം ആരംഭിക്കുകയോ യുദ്ധം ആവശ്യമില്ലാതെ തുടങ്ങുകയും ചെയ്യില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ലാഭം മാത്രമാണ് ലക്ഷ്യം. ഇത് ലോകത്തിൻ്റെ സ്ഥിതിയാണ്. താൽക്കാലിക ലാഭം ലക്ഷ്യം മാത്രമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന നമുക്ക് ചർച്ച ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത രീതിയിൽ പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കാൻ ഉള്ള സംവിധാനം ഈ സിസ്റ്റത്തിലില്ല. ഇത് കേൾക്കാൻ കാരണം അവർ പറയുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തൊഴിലില്ലായ്മ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്ഥിതി പോലും ഈ അൺഎംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ഈ അൺഎംപ്ലോയിഡ് യൂത്തിന് ഉണ്ടാവില്ല. മാത്രമല്ല, അങ്ങനെയാണ് യൂത്തിൻ്റെ കാര്യം നമുക്ക് വേറെ പറയാം, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നതിന് കാരണം എല്ലാവർക്കും അറിയാം, തൊഴിലുള്ള സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഒരുപക്ഷെ പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും ഈ പറയുന്ന തൊഴിൽ മേഖലയിൽ യഥാർത്ഥത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. ലക്ഷക്കണക്കിന് റിക്രൂട്ട്മെന്റ് നടക്കാനുള്ള സംഗതിയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ലക്ഷക്കണക്കിന് ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോളജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ മണ്ഡലത്തിൽ വരുന്ന സമയത്ത് തൊഴിൽ രഹിതമായ വളർച്ചയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. കാരണം തൊഴിലുണ്ടാവില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് സമൂഹത്തിൽ ആരംഭിക്കാൻ പോകും. അർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതുപോലുള്ള സംഗതികളൊക്കെ തൊഴിലില്ലായ്മ കൂടുതൽ അപ്പം ആ മേഖലയിൽ തൊഴിലുണ്ടാകും. ആ മേഖലയിൽ ഉണ്ടാകുന്ന തൊഴിലിൻ്റെ നമ്പർ കുറവായിരിക്കും. അത് നേരത്തെ നമ്മൾ അഭിയോഗിച്ചു. കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് സമരം ചെയ്ത് തെറ്റായ കാര്യം എന്നല്ല. കമ്പ്യൂട്ടറിന് വരുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് സമരം ചെയ്യുന്നത് ആ സമയത്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ആ മനുഷ്യർക്ക് തൊഴിലില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ വസ്തുത തന്നെയാണ്. അത് നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തവരല്ലേ, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എതിർത്തവരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതാവസ്ഥയാണ് അവനെ സമരം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും സെയിം തിങ് ഇത് തന്നെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നോളജ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയും. പക്ഷേ ഈ നോളജ് ഇൻഡസ്ട്രിയിൽ തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കും. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നത് ഇവിടെ പ്രശ്നം ഒന്ന് ശരിയായ രീതിയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ, നമ്മൾ എങ്ങനെയാണ് ഈ 4th ജനറേഷനിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ മാറി ഈ നോളജ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നമ്മൾ എത്തിയത്, എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരുടെ താല്പര്യത്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ന്യൂനപക്ഷം വരുന്ന 100-200 മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ കയ്യിലാണ് ലോകത്തിൻ്റെ തന്നെ 50% ആസ്തിയും എന്ന് ബോധ്യപ്പെടാൻ ഒന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് യഥാർത്ഥത്തിൽ യുദ്ധം ഒരു കാരണമാണ് നമ്മൾ പറയാത്തത് എന്ന് പറഞ്ഞാൽ, ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ തൊഴിൽ രഹിതമായ വളർച്ച എന്ന് WTO അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായി രൂപപ്പെട്ട ഈ പറയുന്ന ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു വസ്തുതയാണ് ലോകത്ത്. ഇത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സിലബസ് പരിഷ്കരണത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം അല്ല. നിങ്ങൾക്ക് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ പദ്ധതിയുടെ അപര്യാപ്തതയല്ല തൊഴിലില്ലായ്മയ്ക്ക് കാരണം. തൊഴിലില്ലായ്മയ്ക്ക് കാരണം നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളാണ്, വ്യവസ്ഥിതിയാണ്. അപ്പോൾ ഈ സാമൂഹ്യ സാഹചര്യങ്ങൾ, വ്യവസ്ഥിതി എന്ന് പറയുന്നത് അത് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് നമ്മൾ വിളിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നോ, ഇത് തീർച്ചയായിട്ടും ഇത്
നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതുമല്ല. അപ്പോൾ ഇങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഉറത്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കില്ലിൻ്റെ അഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി തീർച്ചയായിട്ടും അവർക്ക് ലക്ഷ്യമില്ല. കാരണം എന്താ, അവർക്ക് ചില ഈ ബ്ലൂ കോളർ വർക്കേഴ്സ് അത് ഔട്ട്സോഴ്സിങ്ങിനും അവരുടെ വ്യവസായ സംഘടനകൾക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ വേണം, അത്രേ വേണ്ടു. നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യയുടെ നമ്മൾ പറയാറുണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ ഒരു സ്ഥലത്ത് ഇടപെടുമ്പോൾ ആ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ശാസ്ത്ര പഠനങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് ഉദാഹരണം കാണിച്ചുകൊണ്ട് പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്. കാരണം ഇപ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് അവർ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരിക പോലെ അത് എന്ത് സാധനമായിക്കോട്ടെ അത് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ ആഫ്രിക്കയിലേക്കോ വരുമ്പോൾ അവിടെ ഗവേഷണം നടത്തി അവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇല്ലാതാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് തന്നെയാണ്. കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ അവർ മെഗാ ലൈനിൽ അവർ ഇറക്കുമതി ചെയ്തു. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ ഉണ്ടാവേണ്ട ഗവേഷണങ്ങളോ ശാസ്ത്രീയമായി കെട്ടിപ്പടുക്കേണ്ട സമ്പദ്ഘടനയെക്കുറിച്ചോ ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്യേണ്ട ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചോ അവർക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല അതങ്ങനെ നടക്കരുത് എന്ന് തീർച്ചയായും തീരുമാനിക്കുന്ന ആളാണ്. ഇന്ത്യക്കാരോ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയോ ഇന്ത്യയിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഭരണാധികാരികളോ അങ്ങനെയാണ് അപ്രോച്ച് അവർക്കുണ്ടോ? മുമ്പ് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ബ്രെയിൻ ഡ്രെയിൻ സ്ഥിരമായിട്ട് പഠിക്കാറുണ്ടായിരുന്നു. ബ്രെയിന് ഇവിടുന്ന് പോകുന്ന കുട്ടികൾ, ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ ഇവിടെ പഠിക്കുന്ന നമ്മുടെ പിന്നെ റിസോഴ്സസ് ഉപയോഗിച്ച് പഠിക്കുകയും അറിവ് നേടുകയും ബുദ്ധിമാന്മാരാകുകയും ഒരുപാട് കഴിവുകളുള്ള ആളുകളൊക്കെ തന്നെ അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും തന്നെ കുടിയേറി പാർക്കുമ്പോൾ അത് ഇന്ത്യക്ക് നഷ്ടമാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നവരാണ് നമ്മൾ. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിനെതിരായിട്ട് നിലപാടുണ്ടായിരുന്നവരാണ്. ഇപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? ബ്രെയിൻ ഡ്രെയിൻ ഇല്ലല്ലോ. കാരണം ഇപ്പം എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണമെന്നാണ്. വിദേശത്തേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് പൈസ, വിദേശത്ത് പോയാൽ നമുക്ക് ഗൾഫിൽ പോകുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കുമ്പോൾ കിട്ടും പോലെ തീർച്ചയായിട്ടും അമേരിക്കയിലും ഇറ്റലിയിലും ബ്രിട്ടനിലും പോകുന്ന ആൾക്കാർക്ക് പൈസ കൊണ്ട് അയക്കാൻ പറ്റില്ല. ഗൾഫിൽ ഇപ്പോഴും ഒരുപക്ഷെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന അവരൊന്നും വിദ്യാസമ്പന്നരല്ല, അവരൊക്കെ തന്നെ സാധാരണ മനുഷ്യരാണ്. അവർ പോയിട്ട് തൊഴിൽ ചെയ്ത് അവർ കാശയക്കുന്നവരാണ്. വിദ്യാസമ്പന്നരായ ആളുകളൊന്നും തന്നെ ഇവിടത്തേക്ക് നമ്മളെ എക്കണോമി ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ സാധനങ്ങൾ കൊടുത്തയക്കുന്നുണ്ടോ അയക്കുന്നുണ്ടോ നടക്കുന്നുമില്ല. അത് വേറെ സംഗതി. അപ്പോൾ ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യേണ്ട സംവിധാനങ്ങൾ അത് താർക്കാൻ വേണ്ടിയുള്ള ഒരു വശത്തെ ലക്ഷ്യം. രണ്ട്, അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നടക്കുന്ന ബിസിനസ് ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയുള്ള ആളുകൾ മതി, കുറച്ച് ബ്ലൂ കോളർ വർക്കേഴ്സ് മതി. അതുകൊണ്ട് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളൊന്നും പഠിപ്പിക്കണമെന്നില്ല. അപ്പോൾ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളുമായി ആരെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അത് അയാൾ അവിടെ ഒരു എന്താണ് അനാക്രോണിസ്റ്റിക് ആവും. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ യൂണിവേഴ്സിറ്റി പോയി സംസാരിച്ചത്. കാരണം അവിടെ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെയും അധ്യാപകരെയും. അധ്യാപകർ വിചാരിക്കുന്നത് ഈ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ കൊണ്ട് എന്താ കാര്യം? JBS സാൾഡൈൻ പറഞ്ഞതുപോലെ ബേസിക് സയൻസ് മേക്ക് റവല്യൂഷൻ എന്നാണ്, അപ്ലൈഡ് സയൻസ് മേക്ക് റിഫോംസ്. ഇത് ശാശ്വതമായ എല്ലാ കാലത്തും സത്യമാണ്. കാരണം ബേസിക് സയൻസ് ആണ് എല്ലാ റവല്യൂഷനും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ രാജ്യം നമ്മളെ താൽക്കാലിക പ്രശ്നമാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് ബേസിക് സയൻസ് വെരി മച്ച് എസെൻഷ്യൽ. ഈ ബേസിക് സയൻസിൽ നിന്നാണ് എല്ലാ അപ്ലൈഡ് സയൻസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ ഈ അർത്ഥത്തിൽ അന്വേഷണമുള്ളവരാക്കി മാറ്റുകയും ഗവേഷണ താല്പര്യമുള്ളവരാക്കി മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പം പറഞ്ഞ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് വേണ്ട സാധനം പഠിച്ചാൽ മതി. അതുകൊണ്ടെല്ലാം ടെക്നോളജിയിലേക്ക് പോവുകയാണ്. ടെക്നോളജി നമുക്കറിയാം, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അത്ര തൊഴിലില്ലാതെ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ടെക്നോളജി അവർക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടോ അവരത് പഠിക്കാത്തതുകൊണ്ടോ അല്ല, മറിച്ച് ഏത് ടെക്നോളജി പഠിച്ചാൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബയോടെക്നോളജി ഒരുപാട് കോഴ്സുകളാണ്. ബയോടെക്നോളജി ഒരു കാലത്ത് എന്നോട് കുട്ടികളൊന്നും ചോദിക്കും, നിങ്ങൾ ബയോടെക്നോളജി കോഴ്സിന് ഞാൻ അവർ പോകേണ്ട. കാരണം ഇത് എല്ലാ സ്ഥലത്തും കൃഷിയാണ് ബയോടെക്നോളജിയിൽ. എന്താ കാര്യം വെച്ചാൽ ഒരു തൊഴിൽ സാധ്യത ഈ അർത്ഥത്തിലില്ല. തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഈ അൺഎയ്ഡഡ് സർവീസ് സെക്ടറിൽ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അത് വേറൊരു സംഗതി. ഇതിൻ്റെ ഇടയ്ക്ക് കച്ചവടം നടത്തുന്ന വേറെ ആൾക്കാരാണ്. ഒരു വശത്ത് സർക്കാർ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, മറുവശത്ത് ഈ അൺഎയ്ഡഡ് സെക്ടറിലും മറ്റ് സെക്ടറുകളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ കച്ചവടം നടത്തുകയും ചെയ്യും. വിദ്യാഭ്യാസ കച്ചവടം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. കാരണം സർവീസ് സെക്ടറിൽ ഇപ്പോൾ പക്ഷേ നോളജ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നപ്പോൾ ഈ വിദ്യാഭ്യാസ സെക്ടറിലായിരിക്കും ഈ കച്ചവടം കൂടുതലായി നടക്കാനുള്ള സാധ്യത. അപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇവിടെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നല്ല കുറേ കാലമായിട്ടുള്ളതാണ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഏജൻസീസ് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാണ്. വലിയ കാര്യമൊന്നുമില്ല, അങ്ങനത്തെ തൊഴിലുമില്ല. എന്നിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ സർവകലാശാല അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമല്ല. സ്റ്റാർട്ടപ്പുകൾ വേണ്ടെന്നല്ല, അത് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധനം. അതിനെ
പൂർണ്ണമായി എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളോടും നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഏർപ്പെടുത്തണം. കാരണം നിങ്ങൾക്ക് തൊഴിൽ നിങ്ങൾ തന്നെ കണ്ടെത്തണം. തൊഴിലില്ലായ്മയുടെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അൺഎംപ്ലോയബിലിറ്റിക്ക് ഉത്തരവാദിത്വം സർക്കാരിനില്ല. സർക്കാർ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് സ്കില്ലില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ന് നിങ്ങളെ തന്നെ, കുട്ടികളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന, അൺഎംപ്ലോയബിലിറ്റിക്ക് കാരണം ഞാൻ തന്നെയാണ് എന്ന് കുട്ടി സ്വയം വിചാരിക്കുന്ന, എന്നിട്ട് കുട്ടി ഈ പറയുന്ന ഏതെങ്കിലും സ്കില്ല് തേടി പോവുകയും ഏതെങ്കിലും പ്രൈവറ്റ് എൻ്റർപ്രൈസസിൽ ചെറിയ ശമ്പളത്തിന് ജോലിയും ചെയ്യുന്ന സംവിധാനം കേരളത്തിലുള്ളത്. മിക്കവാറും കുട്ടികളൊക്കെ തന്നെ അങ്ങനെ പോയി കഴിഞ്ഞു. കാരണം കോളേജിലൊന്നും കുട്ടികളൊക്കെ, അപ്പം എനിക്കൊന്ന് കോളേജിലൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ 99% എന്താ ഗേൾസാണുള്ളത്. ബോയ്സ് വളരെ കുറവാണ്. ബോയ്സൊക്കെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും മേഖലയിലേക്ക് പോയിട്ട് ഏതെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ ശമ്പളത്തിന് അവർ ജോലി ചെയ്യുന്നത്, വളരെ ചെറിയ ശമ്പളത്തിന്. അവരുടെ ജീവിത രീതി തന്നെ അങ്ങനെയാണ്. അത് കേരളത്തിലെ ഭൂരിപക്ഷം കുട്ടികളുടെ സ്ഥിതി അതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ സിസ്റ്റം, നമ്മളൊരു പക്ഷേ ഒരു രാജ്യം എങ്ങനെ പോകണം, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നേരത്തെ കോത്താരിയും രാധാകൃഷ്ണനും ഒക്കെ തുടങ്ങിയ ഈ ചർച്ചകളും സർവകലാശാലകൾ എങ്ങനെ രൂപപ്പെടണം എന്നുള്ളതിനെ കുറിച്ചുള്ള കോൺസെപ്റ്റും ഇതൊക്കെ ഒരർത്ഥത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത ഏതെങ്കിലും കുറച്ച് അതിൻ്റെ മറ്റ് മേഖലകൾ വേറെ, സർവകലാശാലകൾ എങ്ങനെ ആക്കിയെടുക്കുന്നതിൽ ഇവിടുത്തെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് സംഭവിച്ച പ്രശ്നങ്ങൾ വേറെയുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതൊക്കെ തന്നെ ഒരു സെൻട്രലൈസ്ഡ്, ഇപ്പം പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സെൻട്രലൈസ്ഡ് കമ്മീഷൻസ്, റെഗുലേറ്ററി കമ്മീഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഉണ്ട്, റിസർച്ച് ഫൗണ്ടേഷൻസ് ഉണ്ട്, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇത് ഇങ്ങനെയാണ് ഇത് കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ സമ്മതമില്ലാതെ ഗവേഷണം നടത്താൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യം ഒരു പ്ലാൻ വെച്ച് കഴിഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഞാനൊരു ഗവേഷണ പ്രൊജക്റ്റിന് എഴുതുകയാണ്. ഞാൻ ഗവേഷണ പ്രൊജക്റ്റിന് എഴുതുന്നത് ബേസിക് സയൻസിലുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, കാരണം സർവകലാശാലകൾ പഴയ കാലത്ത് നിങ്ങൾ പ്രത്യേകിച്ച് പറയാറുണ്ട്, ഇൻഡസ്ട്രിയും അല്ല അതുപോലുള്ള ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഗവേഷണങ്ങളല്ല സർവകലാശാലകൾ നടത്തേണ്ടത്. അടിസ്ഥാന ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഗവേഷണ പദ്ധതികളാണ് സർവകലാശാലകൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് വളരെ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചിരുന്ന. കാരണം സർവകലാശാലകൾ അതിനു വേണ്ടിയുള്ളതാണ്. അതേസമയത്ത് ഇൻഡസ്ട്രീസ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ആ അർത്ഥത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിക്കോട്ടെ. സർവകലാശാലകൾ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിങ് തരണം. ഫണ്ടിങ് തരില്ല. കാരണം നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ മേലെയുണ്ട്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ മേലെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനാണ്. ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ലൈസനായിട്ട് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചരിത്രത്തിലോ മാനവീയ വിഷയങ്ങളിലോ ഗവേഷണം നടക്കില്ല. ഇനി നടന്നാൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദുത്വ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഈ സംവിധാനത്തിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗവേഷണങ്ങൾക്കൊക്കെ പണം കൊടുക്കുന്നല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ പോസിറ്റീവായിട്ടുള്ള സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ചലനാത്മകമായ പ്രവർത്തനത്തിനോ ഡൈനാമിക്സിനോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതോ അതിൻ്റെ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ഇത് നടക്കുന്നതോ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ അവരത് നിങ്ങളൊരു പ്രൊജക്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വായിക്കും. അപ്പോൾ കൃത്യം മനസ്സിലാവും ഇതെന്താ സംഭവം, അതാണ് തട്ടും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ പ്രോജക്റ്റ് എഴുതില്ല. കാരണം എനിക്കിത് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊമോഷൻ, അവരുടെ ജീവിതം, അവരുടെ നിലനിൽപ്പാണ് അവരുടെ പ്രശ്നം. കാരണം ഈ കോളേജുകളിൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗവേഷണം തന്നെ യഥാർത്ഥത്തിൽ ടീച്ചേഴ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന ഗവേഷണങ്ങളാണ്. എന്നാൽ അവർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നല്ലാതെ വേറെങ്കിലും അർത്ഥത്തിൽ അത് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല. പൊതുവെ ശാസ്ത്ര മേഖലയിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞു. കാരണം ഈ കോളേജുകളിലൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ നടക്കുന്ന പ്രത്യേകിച്ച് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ അന്വേഷണത്തിന് വേണ്ടി അവർ തയ്യാറായി. എല്ലാവരും പുതിയ അന്വേഷണത്തിന് സമയമില്ല. അവർക്ക് 4 കൊല്ലം കഴിയുമ്പോൾ അടുത്ത പ്രൊമോഷനാണ്. അവർ എന്നിട്ട് 2 പേപ്പർ പബ്ലിഷ് ചെയ്യും. ഈ 2 പേപ്പർ പബ്ലിഷ് ചെയ്യാനാണ് ഇതൊക്കെ വിട്ടിട്ട് ഞാനൊരു പുതിയ അന്വേഷണം നടത്തട്ടെ എന്ന് ആലോചിക്കണമെങ്കിൽ നമ്മളിപ്പോഴത്തെ ആളുകളെ കാര്യങ്ങളേക്കണം. ഇവിടെ നിൽക്കുന്ന നമ്മൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തുന്ന അവർക്ക് പുതിയ അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. അവരുടെ ദൈനംദിന ജീവിതം, അവരുടെ ദൈനംദിന പ്രൊമോഷൻ, അവരുടെ തൊഴിൽ സാധ്യതകൾ, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന മേഖലയിലുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പബ്ലിഷ് ഓർ പരീക്ഷ നിങ്ങൾ പബ്ലിഷ് ചെയ്തെങ്കിൽ പ്രൊമോഷൻ ഇല്ല. നിങ്ങൾ പ്രൊഫസറാണ്, പബ്ലിഷ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവിദ്യ അവർ അന്വേഷിക്കും. അവർക്ക് എളുപ്പവിദ്യ എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളുടെ ചുവട് പിടിച്ച് ഒരു പുതിയ പേപ്പർ കൂടി പബ്ലിഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അയച്ചത് നിങ്ങൾക്കൊരു പുതിയ അന്വേഷണം, ഒരു പുതിയ രീതിയിലുള്ള അന്വേഷണം, ഒരു അടിസ്ഥാന ശാസ്ത്ര മേഖലയിലൊക്കെ നടക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണങ്ങൾ, അങ്ങനെ ഒരു അന്വേഷണത്തിന് സ്കോപ്പില്ല. അതിപ്പോൾ കുറേ കാലം രംഗത്ത് തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത്. അത് ഇതുകൊണ്ട് മാത്രം വരുന്നതല്ല, ഈ പറഞ്ഞ സിസ്റ്റത്ത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും കൂടി വന്നതോടുകൂടി
കാര്യങ്ങൾ ക്ലിയറായി. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനിൽ വന്നതോടുകൂടി നിങ്ങൾ ഈ അന്വേഷണം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണം നടത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയത്ത് ഈ ഗവേഷണത്തിൻ്റെ വിഷയം തീരുമാനിക്കുന്നത് ഈ മൾട്ടിനാഷണൽ കമ്പനികളും പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും അവരാണ് ഫണ്ട് സാങ്ഷൻ ചെയ്യുക. അങ്ങനെ ഫണ്ട് നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പേപ്പർ പ്രൊജക്റ്റ് എന്തായിരിക്കണമെന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം ഇത് ഒരിക്കൽ കൊടുത്തയാൾ പിന്നെ അത് കൊടുക്കില്ല, കാരണം ആകെ കിട്ടില്ല എന്നൊക്കെ ഉറപ്പാണ്. ഇത് പെട്ടെന്ന് പഠിക്കും ഇവരൊക്കെ. ഇത് കിട്ടില്ലെന്ന് ഉറപ്പിച്ച് തന്നെ കൊടുക്കും. നമ്മൾ തന്നെ അതിനനുസരിച്ച് നമ്മളൊക്കെ അതിൻ്റെ വക്താക്കളായി മാറും. ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണം നടക്കുമോ? നടക്കില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ വരുന്ന കാലഘട്ടം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ മുന്നോട്ട് വെക്കപ്പെട്ട ഈ ഗവേഷണത്തിൻ്റെ കേന്ദ്രീകരണം, ഗവേഷണ വിഷയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മേലെ നിന്നായിരിക്കും, താഴെ നിന്നായിരിക്കില്ല. സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഗവേഷണ പദ്ധതിയുമായി ഏതെങ്കിലും അധ്യാപകനോ വിദ്യാർത്ഥിക്കോ മുന്നോട്ട് പോകാൻ ഈ ഒരു പരിപാടി കൊണ്ട് കഴിയില്ല. ആ കോളേജിലെ വിദ്യാർത്ഥി ഒരു കൊല്ലം കഴിഞ്ഞ് വിട്ടുപോകുന്നത് ഒരു അധ്യാപകർ ആഗ്രഹിക്കില്ല, ആരും ആഗ്രഹിക്കില്ല. ഒരു കുട്ടി ഡിഗ്രി പ്രവേശനത്തിന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് പോകണമെന്നേ ഏതൊരാളും ആഗ്രഹിക്കൂ, രക്ഷിതാവും അധ്യാപകനും ആഗ്രഹിക്കും. പക്ഷേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വളരെ കൃത്യമായിട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല. കുട്ടികളെ തന്നെ അവർ ചെയ്യുന്നത് തെറ്റാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപോകണം. അപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് എനിക്കെന്തോ ചെയ്യാനുണ്ടെന്ന്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തൊഴിലിന് പോകണം. തൊഴിലിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. രണ്ടാമത്തെ കൊല്ലം നിങ്ങൾക്ക് ഡിപ്ലോമ തരും. മൂന്നാമത്തെ കൊല്ലം നിങ്ങൾക്ക് ഡിഗ്രി തരും. നാലാമത്തെ കൊല്ലം ഓണേഴ്സ് ഡിഗ്രി തരും. അതാണ്. അപ്പോൾ ആദ്യത്തെ കൊല്ലം സർട്ടിഫിക്കറ്റ്, ഒരു കൊല്ലം പോയാൽ മതി കോളേജിൽ. അപ്പോൾ സാധാരണ രീതിയിൽ കോളേജിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ആലോചനയും പഠനവും ഒക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. സാധ്യതയില്ലാത്ത സ്ഥലം. കാരണം അങ്ങനെ സാധ്യത ഉണ്ടാണെങ്കിൽ ആ സമൂഹം അങ്ങനെ ആയിരിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മണ്ഡലം വീട്ടിൽ വേണം, അല്ലെങ്കിൽ ക്യാമ്പസിൽ വേണം. ആരെങ്കിലും പറയണം കുട്ടിയോട്, ഇങ്ങനെ നമ്മൾ രക്ഷിതാവ് പറയോ നീ ഗവേഷണം നടത്തി മുന്നോട്ട് പോകുന്നു. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കുട്ടിക്ക് ഒരു ജോലി കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ നിങ്ങൾ PSC കോച്ചിങ്ങിന് പോകണോ അതോ ഡിഗ്രിക്ക് പോകണോ തീരുമാനിക്കുന്നത് ആ സമയത്തുള്ളൊരു ഡിലമയിൽ അടുത്ത രക്ഷിതാവ് കുട്ടിയും കൂടി എത്തും. അപ്പോൾ കുട്ടി പറയുന്നത് PSC കോച്ചിങ്ങിന് പോയാലും എന്താ PSC കോച്ചിങ് എന്താ? അതുവരെ പഠിക്കാത്ത കാര്യം വീണ്ടും പഠിക്കുക. അതാണല്ലോ നമ്മൾ എൻട്രൻസ് ഓടി തന്നെയാണ് നമ്മൾ സൊസൈറ്റി വഴി. നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ, ഞാൻ NEP കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് DPEP ഒക്കെ വന്ന സമയത്ത് രാജമാഷൊക്കെ കുറേ കാലം ചർച്ച ചെയ്തതാണ് ഈ വിഷയങ്ങളൊക്കെ. വന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മേഖലയിലേക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു. അപ്പുറത്ത് കൃത്യമായിട്ട് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ വേറെ ഉണ്ട്, പാരലായിട്ട് സിസ്റ്റം വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കുട്ടി എത്തേണ്ട സ്ഥലമല്ലത്. കാരണം ഈ പറഞ്ഞ കുട്ടി അവിടെ എത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞാനതിനെ ന്യായീകരിക്കാൻ പറയല്ല, അത് നിലനിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻട്രൻസ് കോച്ചിങ് സെൻ്ററൊക്കെ പൂട്ടണം. അപ്പോൾ അതിനുള്ള സംവിധാനം സർക്കാരുകൾ സ്വീകരിക്കേണ്ടത്. ഈ എൻട്രൻസ് കോച്ചിങ് സംവിധാനത്തിലേക്ക് വിദ്യാർത്ഥി എത്താത്ത രീതിയിൽ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആലോചന, ഒരു കോമൺ സെൻസ് ഇല്ലായ്മയാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ പറയും ഈ മലയാളം മീഡിയത്തിലാണ് നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിക്കുമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വേണ്ടേ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നേ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് +2 പഠിച്ചൊരു കുട്ടിക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാതെ എൻട്രൻസിന് പോകാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും നമുക്കറിയാം. അത് വിദ്യാർത്ഥിയുടെയും അധ്യാപകരുടെയും മാനസികതയും വലിയ ആഘാതമുണ്ടാക്കി. ആ ഒരു പോയിന്റ് മാത്രം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. മൂന്നിലെ NCRB കണക്ക് പ്രകാരം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആ വർഷം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 13,892. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വിദ്യാർത്ഥികൾക്കിടയിലെ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ആകെ ആത്മഹത്യ ചെയ്ത ഗവേഷകരുടെ എണ്ണം 70. അധ്യാപകർക്കിടയിൽ ആത്മഹത്യ പെരുകുന്നു എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ആത്മഹത്യ എന്നുള്ളത് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അവസാനത്തെ മാനിഫെസ്റ്റേഷൻ, അത് അവസാനത്തെ അർത്ഥമാണ്. ഇങ്ങനെ മാനസിക ആരോഗ്യം തകർന്നവരായി നമ്മുടെ വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരും മാറിയിരുന്നു. അധ്യാപകരെ സംബന്ധിച്ച് പറയുന്നത് 55% മുതൽ 70% അധ്യാപകർ ഈ തൊഴിലത്തിന്റെ സ്ട്രെസ് അനുഭവിക്കുന്നതാണ്.
വിദ്യാർത്ഥികൾ 18 വയസ്സിനും 34 വയസ്സിനിടയിൽ ഡിസ്ട്രസ്ഡ് ആണ്, സ്ട്രഗ്ലിംഗ് ആണ്. ഗവേഷകരിൽ 80% പേരും സിഗ്നിഫിക്കൻ്റ് ആയ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്നു, ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ. ഇത് ഈ പ്രശ്നങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥത്തിൽ മാനസിക ആരോഗ്യം ഉണ്ടാക്കേണ്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. മാനസികാരോഗ്യം ഉണ്ടാവണം, ചിന്ത ഷാർപ്പ് ഉണ്ടാവണം, ചിന്ത സയന്റിഫിക് ആവണം, എല്ലാ ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ച വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധ്യമായത്. പക്ഷേ വിദ്യാഭ്യാസം ലഭിക്കുന്നയാളും വിദ്യാഭ്യാസം കൊടുക്കുന്നയാളും മാനസികമായി അനാരോഗ്യവാന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിന്റെ കമ്മോഡിഫിക്കേഷൻ കാരണം, വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് കമ്മോഡിറ്റി ആയത് മാറിയതോടുകൂടി വിദ്യാഭ്യാസം വില കൊടുത്ത് മേടിക്കേണ്ട ഒന്നായി മാറി. ഭൂരിപക്ഷം പേരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടണമെന്നുണ്ടെങ്കിൽ വായ്പ എടുക്കണം, സാമ്പത്തികമായ ബാധ്യത. അതുകൊണ്ട് പരാജയപ്പെടാൻ പറ്റില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിലോ കോളേജ് വിദ്യാഭ്യാസത്തിലോ പരാജയമില്ലാതെ വിജയിച്ചുകൊണ്ടേയിരിക്കേണ്ടവരായിട്ട് വിദ്യാർത്ഥിമാർ. ആ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാൾക്ക് ജോലി കിട്ടും, എന്നാലേ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടക്കാൻ പറ്റുന്ന അവസ്ഥ. വലിയൊരു ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ഈ കമ്മോഡിഫൈഡ് ആയ ഈ വിദ്യാഭ്യാസ സെക്ടർ. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ പെടുത്തിയിരിക്കുന്നത് പ്രഷർ കുക്കറിനകത്താണ്. ഇത് മറ്റൊരു പേര് പറയുന്നത് ഈ ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെയാണ്, ഓട്ടം നിർത്താൻ പറ്റില്ല, ഈ കയറിയാൽ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെ വലിയൊരു പ്രഷർ കുക്കറായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറുന്നതിനകത്ത് ഈ കമ്മോഡിഫിക്കേഷൻ ഒരു കാരണമായിട്ടുണ്ട്. രണ്ടാമത് ഇങ്ങനെ ഈ കമ്മോഡിഫിക്കേഷൻ കാരണം സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രശ്നം അത് ഇൻഇക്വാലിറ്റീസ് കിട്ടുന്നതാണ്. നേരത്തെ സാറിന് സൂചിപ്പിച്ചു, 6ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ സ്കൂൾ ജീവിതം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ വൊക്കേഷണൽ മേഖലയിലേക്ക് പോവാം. അത് മിക്കപ്പോഴും പോകുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കാം, പഠിക്കാനുള്ള ഉടൻ തന്നെ ജോലി വേണം എന്നുള്ളവരായിരിക്കാം, അതുപോലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുള്ളവരായിരിക്കും. സാമ്പത്തികമായിട്ട് ഉള്ള ആളുകൾക്ക് മാത്രമാണ് കൂടുതൽ ഇൻഡെപ്തായ സ്റ്റഡീസ് സാധ്യമാവും. ടു ടയർ സിസ്റ്റം വന്നു, ഇൻഇക്വാലിറ്റി വന്നു വിദ്യാഭ്യാസത്തിനാണ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസത്തിനകത്ത് ഈ ടെക്നോളജി വന്നതോടുകൂടി അതെല്ലാവർക്കും പ്രാപ്യമല്ല, പണമുള്ളവർ മാത്രമല്ല പ്രാപ്യം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഇക്വാലിറ്റി സൃഷ്ടിക്കും. മൂന്നാമതായിട്ട് ഇതൊരു സ്വഭാവം. നേരത്തെ സമൂഹമായിരുന്നു വിദ്യാഭ്യാസം നൽകിയിരുന്നെങ്കിൽ ഇന്നത്തെ വ്യക്തി, അത് സാറിന് സൂചിപ്പിച്ചു, എൻ്റെ വിജയവും എൻ്റെ പരാജയവും തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന നിലവാണ്. എൻ്റെ കയ്യിലെ പണമാണ്. എനിക്ക് പൈസ കൊണ്ടൊക്കെ പഠിക്കാം, എനിക്കിഷ്ടമുള്ള വിദ്യാഭ്യാസം വില കൊടുത്ത് മേടിക്കാം, ഇല്ലെങ്കിൽ അത് പുറത്തു പോകും എന്ന അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ സെൽഫ് സെന്റേഡായ ഒരു ചിന്താ പ്രക്രിയയും ഈ കമ്മോഡിഫിക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ കമ്മോഡിഫിക്കേഷനിലൂടെ ഉണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ മാനസികാരോഗ്യം തകർക്കുക, ഇൻഇക്വാലിറ്റി സൃഷ്ടിക്കുന്ന, അതുപോലെ ഇൻഡിവിജ്വലിസം, സെൽഫ് സെന്റേഡായ ചിന്തയെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പോളിസിയാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാവുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നുള്ളതും കൂടുതൽ സ്ട്രെസ്ഡായ സമൂഹമായി. കാരണം ഈ വളരെ സെൽഫ് സെന്റേഡായ ചിന്ത മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ്. ആ സോഷ്യൽ ആനിമൽ നിലയിൽ നിന്ന് വളരെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നതും മത്സരാധിഷ്ഠിതമാവുന്നതും ജീവിതം മത്സരാധിഷ്ഠിതമാവുന്നതും കൂടുതൽ സ്ട്രെസ് സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്, കൂടുതൽ മാനസികമായ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ സംഭവിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ, പുതുതായി വളർന്നു വരുന്ന സമൂഹത്തിന്റെ മാനസികാരോഗ്യം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ മാനസികാരോഗ്യം തകരുമ്പോഴുള്ള പ്രശ്നം, ഡിപ്രസ്ഡ് ആയ പ്രശ്നം, ആൻസൈറ്റി ഉള്ള പ്രശ്നം, നമുക്ക് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വ്യക്തമായ ഒരു പദ്ധതി, കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എനിക്ക് എന്തുകൊണ്ട് ആൻസൈറ്റി ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ
സാമൂഹ്യശാസ്ത്രപരമായ കാരണങ്ങൾ എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും അവ്യക്തമായ ചിന്തയുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നയാൾ ഇങ്ങനെ അവ്യക്ത സുന്ദരമായ ഒരു ചിന്താ പ്രക്രിയയുള്ള ആളായിട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ആ ഒറ്റ പോയിന്റ് സൂചിപ്പിച്ചുകൊണ്ട് ആയിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ എത്ര രൂപ ചെലവഴിച്ചുകൊണ്ടും വളരെ ഗൗരവപരമായ രീതിയിൽ മക്കളെ പഠിപ്പിക്കുന്നു. അവരെ ഏറ്റവും വേഗത്തിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്നത് പോലെ ഒരു 5 വർഷം കൊണ്ട് എല്ലാ വിദ്യാഭ്യാസവും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയവും അതുപോലെ PMC എന്ന പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് എത്തുന്നതിന്റെ സമയം അവതാരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ബൃഹത്തായിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഈ സംവാദം ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നത് ഒരു വലിയ വിദ്യാർത്ഥി സമൂഹവും ഒരു വലിയ അധ്യാപക സമൂഹവും ഒപ്പം ഒരു വലിയ രക്ഷിതാക്കളുടെ സമൂഹവും ചേർന്നിരിക്കേണ്ട ഒരു വേദിക്കകത്താണ് ഇത്ര ആധികാരികമായും ഗഹനമായും ഈ വിഷയം സംവേദനം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ എത്രമാത്രം ഗഹനമായ ഈ അറിവിനെ, ഈ ബോധ്യത്തെ കൺവേ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കുറവ്, എത്ര ആളുകൾ കേൾക്കുന്നു, എത്ര മനസ്സിലാക്കുന്നതിൻ്റെ കുറവ് നമുക്ക് വല്ലാതെ നിരാശയുണ്ടാക്കുന്നതല്ല.